ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വീടെത്തിയുള്ളൂ. വന്നത് നേരെ കിച്ചണിലോട്ടാണ് കയറിയത്. അപ്പോൾ ഇന്ന് മത്തിച്ചാറ് വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മത്തി ചാള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ല ചാള. അപ്പോൾ ചാളയ്ക്കുള്ള ചാള മീൻ കറിക്കുള്ള ഉള്ളി തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു പിടി ഉള്ളിയോളം തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അപ്പോൾ ഇടയ്ക്ക് വരും കേട്ടോ. പുട്ടും മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ വന്നതും കറിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഡ്രസ്സൊന്നും മാറിയില്ല. ആദ്യം തന്നെ കറി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയ ഉള്ളി പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ തേങ്ങ അരച്ചാണ് കൂടുതലും കറി ഞാൻ വെക്കാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടിയപ്പത്തിന്, അപ്പത്തിന്, പുട്ടിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി മാത്രമായിട്ട് പെറുക്കിയെടുക്കണം. അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഉള്ളി പൊളിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മത്തി കുറച്ചേ ഉള്ളൂ. 1/2 കിലോ മത്തിയാണ് ഞാൻ മേടിച്ചത്. അതിൽ നിന്ന് പകുതി ഞാൻ ഒരു ട്രിപ്പ് എടുത്ത് വറുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കറി വയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്കതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഇങ്ങനെ നീളത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ കറിയിലിട്ട മീൻ അങ്ങനെ കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന്നൊരു 3-4 മീൻ മാത്രമാണ്, ഏത് മീനാണെങ്കിലും അത്രേ എടുക്കുകയുള്ളൂ. അത് മണത്തിന് മാത്രം ഇട്ടിട്ട് കറി വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയെല്ലാം ഒന്ന് നീളത്തിൽ തന്നെ പൊളിച്ചെടുക്കാം. അങ്ങനെ ഉള്ളി മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് തക്കാളിയാണ്. ഒരു വലിപ്പത്തിലുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, നമ്മുടെ ആപ്പിൾ തക്കാളിയാണ്. സാധാ തക്കാളിയാണെങ്കിലും നല്ലതായിരിക്കും, ഒന്നുകൂടെ പുളി ഉണ്ടാവും. ഈ ആപ്പിൾ തക്കാളിക്ക് പുളി കുറവാണല്ലോ. അപ്പോൾ അതൊരെണ്ണം ഞാൻ വലുത് എടുത്തിട്ടുണ്ട്. അതോടെ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഒരു 5-6 പച്ചമുളക്, അതെൻ്റെ കണക്കാണ്. 5-6 പച്ചമുളക് കൂടി എടുത്തിട്ട് നടുവേ ഒന്ന് കീറി ഇടാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ മീൻ ചാറൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് ഇനി അതിലോട്ട് വേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇത്രയും ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കടുകും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ കീറി വെച്ച മുളക് മാത്രം എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ടങ്ങ് മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് എല്ലാം മാറും. അപ്പോൾ അത് നന്നായി ഒന്ന് പൊള്ളി വരട്ടെ കേട്ടോ. ഞാനിട്ടതും അങ്ങ് മാറി നിന്നു കേട്ടോ, നല്ല പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ എനിക്കങ്ങനെ 2-3 വട്ടം
കണ്ണിൻ്റെ സൈഡിലോട്ടൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ, എണ്ണയിലിട്ടിട്ട്. അപ്പം അങ്ങനെ ഇടയിൽ കടുക് വറുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും കടുക് വറ. ഉള്ളി ഏകദേശം വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പിന്നെ ഇളക്കുക. ആ തവി എനിക്ക് വലിയൊരു കൂട്ടായിട്ട് ചേർന്നില്ല കേട്ടോ, അപ്പം ഞാനത് മാറ്റി വേറെ തവി എടുത്തു. ചട്ടിയിലിട്ട് വരട്ടുമ്പോൾ എന്തോ ഒരു സൗണ്ട് വരുന്നതിന്, ഈ ചട്ടി എങ്ങാനും മുട്ടിയാൽ മത്തിക്കറി തോണ്ട താഴെ കിടക്കും. അപ്പോൾ ഇതും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഞാൻ അടച്ചൊന്നും വെച്ചില്ല, ഇളക്കിക്കൊണ്ടേയിരുന്നു. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് അതിലോട്ട് എന്തൊക്കെ ഇടണ്ടാന്ന് നോക്കാം. മുളക് പൊടി അതിൻ്റെ അടപ്പിൽ തന്നെയാണ് എൻ്റെ കണക്ക്. അതിലൊരു 2 അടപ്പ് മുളക് പൊടി ഇടും കേട്ടോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി ആ ഒരു അടപ്പിൽ ഒരു 1/2 ഭാഗം ഇട്ടാൽ മതി കേട്ടോ, അതും കൂടി ഇട്ടത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഈ അടപ്പിന് 2 അടപ്പിടും കേട്ടോ ഞാൻ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം വേണ്ടത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് വെളുത്തുള്ളിയും ഇഞ്ചിയും മുറിച്ചിട്ടോ ചതച്ചിട്ടാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് പേസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാനത് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി അതിലോട്ട് അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുടംപുളി. അപ്പോൾ ഇപ്രാവശ്യം വാളംപുളിയല്ല കേട്ടോ, കുടംപുളിയാണ് ഇടുന്നത്. അപ്പോൾ അത് എത്രയും വലുപ്പത്തിലൊരു കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വലുതാണ് കേട്ടോ, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പ് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ കഴുകിയതാണ്. ഇതിൻ്റെ ചെറുതാണെങ്കിൽ ഞാൻ 2 പീസ് എടുക്കും, ഇത് വലിപ്പമുള്ളതുകൊണ്ട് അതൊന്നേ എടുത്തുള്ളൂ കേട്ടോ. അതോടെ ഇട്ടൊന്ന് പിന്നെ ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് അത് വഴണ്ടി പച്ചമുളകൊക്കെ പോയി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൂസാവും എന്നുള്ള പേടി വേണ്ട, കാരണം തേങ്ങ അരച്ചാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഇനി അത് നന്നായി തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ പോയ പിന്നെയാണ് മീനിടുന്നത് കേട്ടോ.
അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ച മത്തി പെറുക്കിയിടാം. മത്തി ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 3-4 മത്തി ഉണ്ടായിരുന്നുള്ളൂ. 4-5 പീസ് മത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മത്തി ഒന്ന് വേകുന്ന സമയം വരെ. മത്തി തിളച്ചു. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചു കേട്ടോ, വെന്തില്ലെങ്കിലോ നോക്കട്ടെ. ഇച്ചിരി നേരം കൂടി ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ ഒഴിക്കാം. ഞാൻ നല്ലോണം വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇളക്കി കൊടുക്കണ്ട. നമ്മുടെ മത്തിക്കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി തിളപ്പിക്കേണ്ട, മീൻ എന്തായാലും ഉടഞ്ഞു പോകും കുറേ നേരം തിളപ്പിച്ചാൽ. പിന്നെ തേങ്ങ പിരിഞ്ഞ പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യും. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ കാണിക്കാം കേട്ടോ. ഇങ്ങനൊരു തിള വരുമ്പോൾ തന്നെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും മത്തിച്ചാറുമാണ്. ഇതാണ് എൻ്റെ മത്തിച്ചാറ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇനിയുള്ള പരിപാടി ഇത് വെച്ചാൽ മാത്രം പോരല്ലോ, കഴിക്കണ്ടേ. അപ്പോൾ ഞാനിത് കഴിച്ചേച്ചും വെക്കം വരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.